പി വി അൻവർ വാർത്താ സമ്മേളനത്തിനായി എത്തുകയാണ്. പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട്, നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പി വി അൻവർ വാർത്താ സമ്മേളനത്തിനായി എത്തുന്നു. നിലമ്പൂർ എം.എൽ.എ, LDF-ന്റെ CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗം കൂടിയ പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുക്കുന്ന MLA, ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു MLA ഇതാ സർക്കാരിനെതിരെ നിരന്തരമായ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ ഇതാ വാർത്താ സമ്മേളനത്തിനായി എത്തുകയാണ്. അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമാണ്. നേരത്തെ അൻവർ കുറിച്ചതുപോലെ, അൻവർ പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനത്തിനായി എത്തിയിരിക്കുന്നു. എന്താണെന്ന് പറയാൻ പോകുന്നത്, സ്ക്രീനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തെങ്കിലും പുതുതായി തെളിവുകളോ ദൃശ്യങ്ങളോ പുറത്തുവിടാൻ PV അൻവറിനുണ്ടോ? തുടർ പ്രസ്താവനകളിൽ നിന്ന് പിന്മാറണം, ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ നിലമ്പൂർ MLA വാർത്താ സമ്മേളനത്തിനായി എത്തുന്നത്. PV അൻവർ വാർത്താ സമ്മേളനത്തിൽ എത്തുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനമാണ്, ഇടതുപക്ഷ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. CK വിജയൻ തുടരുന്നുണ്ട്. CK, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ PV അൻവർ വാർത്താ സമ്മേളനത്തിനായി വന്നു കഴിഞ്ഞു. പാർട്ടി നേതൃത്വം, CPM നേതൃത്വം ഇത് പ്രതീക്ഷിച്ച ഒന്നാണോ? സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പരസ്യമായി ഇത്തരം കാര്യം ചെയ്യരുത് എന്നാവശ്യപ്പെട്ട സ്ഥിതിക്ക് PV അൻവർ അതിൽ അടങ്ങും എന്ന ഒരു പ്രതീക്ഷയായിരുന്നു യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അതല്ല. കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒന്ന്, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. രണ്ടാമത് ADGP MR അജിത് കുമാറിനെ കുറിച്ചാണ്. ADGP MR അജിത് കുമാറിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിലും പാർട്ടിക്കകത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകിച്ചും കൂടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം RSS നേതാക്കളെ കാണാൻ പോയി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കഴിവുറ്റ ഒരു പോലീസ് ഓഫീസറായോ അല്ലെങ്കിൽ ഈ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരാത്ത ഒരാളോ ആയിട്ടല്ല പൊതുസമൂഹവും പാർട്ടിയും പ്രത്യേകിച്ച് കാണുന്നത്. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ, പ്രത്യേകിച്ച് P ശശിയെയും ഈ MR അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെതിരെ സ്വാഭാവികമായും വലിയ വികാരം പാർട്ടിക്കകത്ത് ഘട്ടം ഘട്ടമായി ഉയർന്നു വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അതിൻ്റെ നായകസ്ഥാനത്തേക്കാണ് യഥാർത്ഥത്തിൽ PV അൻവർ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയുള്ള പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളുമായി, റാംമാധവുമായും ഒപ്പം ഹസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു ആരോപണം ഉന്നയിക്കുന്ന, അതിനെ ആരും നിഷേധിക്കുന്നുമില്ല. അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണത്തിനപ്പുറത്തേക്ക് അതിനെ പ്രതിപക്ഷം ഒരു ആയുധമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പൂരം കലക്കലും ഒക്കെ ആ നിലയിലാണല്ലോ CPI കൂടി ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. അൻവർ ഇനി ഉദ്ദേശിക്കുന്നതാണ് എന്താണ്? അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ലീഗിലേക്ക് അൻവർ പോകും? എന്തരത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും പലവിധ ചർച്ചകളുണ്ട്. ഒരു സ്ഥിരീകരണവുമില്ലാത്ത ചർച്ചകളാണ് എങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇനി ഈ വാർത്താ സമ്മേളനത്തോടു കൂടി പാർട്ടിക്ക് കീഴ്പ്പെടുമോ? എന്താണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ CK? അൻവർ ഒരിക്കലും ഒരു ചാവേറായി ഇതിൻ്റെ അകത്തേക്ക്, ഈ പാർട്ടിക്കകത്തേക്ക് നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന നേരത്തെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം PV അൻവറിന് ഈ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. അദ്ദേഹം ആദ്യം മുതൽ ഉയർത്തിയ വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾക്ക് എല്ലാം തന്നെ നിരന്തരമായി തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് അതിൻ്റെ ഫ്യൂസ് ഊരി PV അൻവറിന് തിരിച്ചു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്ത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഉന്നതരായ വ്യക്തികളാണ്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധികാര കേന്ദ്രങ്ങളാണ്. അവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയുമ്പോഴോ അവസാനിപ്പിച്ച് പോയാൽ അത് PV അൻവർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെയും CPM അനുഭാവിയെയും MLA-യും എല്ലാം തന്നെ ഇല്ലാതാക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കും. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആത്മാഭിമാനം എന്ന ഒരു വാക്കിന് പ്രത്യേകമായ അർത്ഥം ഇവിടെയുണ്ട്. കാരണം ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാർ പറയുമ്പോൾ പിന്തിരിയാൻ വേണ്ടിയല്ല താൻ ഈ കാര്യം ചെയ്തത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയുണ്ട്. മാത്രമല്ല പാർട്ടി ഘടകങ്ങളിലും പാർട്ടി ചാനൽ വഴിയെല്ലാം തന്നെ ഈ കാര്യം പലതവണ പല രീതിയിൽ പലർ വഴി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ ആരും ചെവിക്കൊണ്ടിട്ടില്ല എന്ന
കൃത്യമായ വിവരം PV അൻവർ ഇതിനു മുൻപ് നടത്തിയ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത ഒരു ഘട്ടത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ ഘട്ടത്തിലാണ് PV അൻവർ നേരിട്ട് ഈ വാതിൽ തുറന്നിരിക്കുന്നത്. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ കരുത്തും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണയും MR അജിത് കുമാറിനോടും P ശശിയോടും പൊതുസമൂഹത്തിനുള്ള വിയോജിപ്പും എല്ലാം തന്നെ അതിന് കാരണമായി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി ഈ PV അൻവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്.